അതുകൊണ്ട് എല്ലാ വീടാന്തരം കിടക്കുന്ന അടിത്തട്ടിലെ ശൈത്താൻ മുഴുവൻ രാജാവായിട്ടാണ് ഈ കോലാകുത്തി എത്തിച്ചത്. ഭൂമിയാത്മീയ ശൈത്താനായ കാഫിർ ജിന്നായി ഇതിന്റെ മേഖല പ്രവർത്തിപ്പിച്ചത്. ഈ പറയപ്പെട്ട മുതൽക്കൂട്ടും നേടിയില്ല. ദിക്കറിന്റെ സദസ്സു മജ്ലിസ് അതുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അരമണിക്കൂർ സലാത്ത് മജ്ലിസ് എന്നിട്ട് വടി നാടാൻ അതിനെ കൊണ്ട് അങ്ങ്. അപ്പൊ ഇത്രയും ശക്തപ്പെട്ട അവസ്ഥയിൽ കൂടിയിട്ട് മുതലെടുപ്പ് നടത്തുന്നുണ്ട് ഒരു മഹലിൽ എന്നുള്ള കണ്ടെത്താനായിരിക്കും ഇതിന്റെ ഉള്ളറ തിരിഞ്ഞിട്ടില്ല. അപ്പം പിന്നെ ഇവിടെ നിന്നെല്ലാം നമ്മള് 3 വർഷം തുണിയും വെച്ച് അങ്ങ് കടത്തിനുള്ളിലേക്ക് അങ്ങ് എത്തിക്കയറ്റി പിന്നെ ആടെത്തിക്കയറ്റാൻ വന്നു. ഇതിന്റെ കോലാകൃതി അവസ്ഥന്റെ ഹതാവ് മുഴുവൻ ആടെത്തിയിട്ടായി കഴിയുന്നത്. ആടെ കഴിയുന്നതിന്റെ അവസ്ഥ ഇവിടെ ദുനിയാവിൽ തന്നെ അള്ള അറിയിക്കുന്ന എങ്ങനെ അതാത് മരിച്ച ബോഡിയുടെ ആത്മീകമായ കരി മറ്റുള്ളവരുടെ തടിയിലേക്ക് കൂടി കയറി രോഗവും ബുദ്ധിമുട്ടും തലവേദനയും മറ്റുപാടാത്ത ആവുമ്പോൾ ഹോസ്പിറ്റലെല്ലാം പോയി ഇതാക്കി അവസാനം ഇങ്ങനെയാണ് സ്ഥലത്തേക്ക് എത്തുമ്പോൾ അതിൻ്റെ മുമ്പിലേക്ക് ആടെത്തുമ്പോൾ നിന്ന് ഈ രോഗം ഉണ്ടാക്കിയ ആളൊന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ഞാനാന്ന് എന്നെ ശിക്ഷിക്കല്ല, എന്നെ കുത്തല്ല, ഞാനാന്ന് ഈ തലവേദന കൊണ്ടുവന്നത്, ഞാനാന്ന് വയറുവേദന കൊണ്ടുവന്നത്, ഞാനാണ് ഡോക്ടറിന്റെ കംപ്ലൈന്റ് കൊണ്ടുവന്നത്, ഞാനാണ് ഇവർക്ക് ക്യാൻസർ കൊണ്ടുവന്നത്. ഇത് വിളിച്ചു മതി തടിയിൽ തന്നെ. അപ്പം പോയ ആളെ കുറിച്ച് ജീവിച്ചിരിക്കുന്നവർക്കും ഏതാനും ലേശം മനസ്സിലാണ്ട് ഒരു മുതൽക്കൂട്ടിലുള്ള ഈ അറിവിന് അന്നതിനെ വെച്ച് അപ്പൊ ആ സംവിധാനത്തിന് ഇബ്ലീസ് എന്ത് ചെയ്ത് മൊത്തത്തിൽ കയറിയിട്ട് മറുഭാഗങ്ങളിലെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല, അങ്ങനെ ഒരു മനുഷ്യനെ പീഡിപ്പിക്കല്, അങ്ങനെ മനുഷ്യനെ കുത്തിച്ചീക്കലുണ്ട, അങ്ങനെ ഇതാക്കലുണ്ട്, ഇങ്ങനെ ഇതാക്കലുണ്ട്, അങ്ങനെ പറഞ്ഞിട്ട് നേരത്തിലും ബോക്കിലും ഇവരുന്നത് കെരുവാക്കിച്ചാൽ മാറ്റിട്ട് തരന്താത്തലിച്ച് അപ്പോ ഇവർക്ക് ഇത് വിപണിയിൽ കൊണ്ടുവരാൻ കഴിയില്ല. ആർക്ക് കൊണ്ടുവരാൻ കഴിയാതുകൊണ്ട് മറഞ്ഞ വേദി കൂടിയിട്ടുണ്ടാകും ഏതാനും തടിന്റെ കേസിന് അമർത്തി കരിയേറ്റ് കൊടുക്കുന്ന പറയിപ്പിക്കുന്നില്ല. പറഞ്ഞാൽ 400 ആളറിഞ്ഞു, 40 400 അറിയുമ്പോ എല്ലാവർക്കും ഇതിന്റെ കാര്യത്തിന്റെ പൊരുള് തിരിഞ്ഞ് ഓ ഈ മൈഗ്രോ കൊണ്ടുവന്ന ശൈത്താനല്ലേ, തൊണ്ടവേദന ഉണ്ടാകുന്ന ശൈത്താനാന്നല്ലേ, നെഞ്ഞുവേദന ഉണ്ടാകുന്ന ശൈത്താനാന്നല്ലേ, വാരിവേദന ഉണ്ടാകുന്ന ശൈത്താനല്ലേ, ഇതാ നമ്മളിത് രോഗമാക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൂടെ പോയി. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്താവും, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ പഠിച്ചു വളർന്നിട്ട കോഴ്സിന്റെ റോളും റൂട്ട് ഇതാണ്. ഇതിനായി ഇവർ കഠിനാധ്വാനം ചെയ്തു. ഇത് ഇതാണ് ഇതിന്റെ വകുപ്പ് എന്നുള്ള ആർക്കും മനസ്സിലായി, ജനങ്ങൾക്ക് മനസ്സിലായി. ഇത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആർത്തിയിൽ കൂടിയിട്ടാണ് അങ്ങനെ ഓരോ മേഖലയിൽ ഓരോ മഹാന്മാർ നിൽക്കുന്നത്, വളർത്തത്. അപ്പൊ അതിന് ശക്തപ്പെട്ട വേദിയിൽ ഇവലീസ് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, ആ മാലിന്യത്തിലുള്ള ഏതാനും ജനങ്ങളൊക്കെ പിടിക്കും, പണ്ഡിതനെ മൂലാറെ മുക്കയെല്ലാം പിടിക്കും. എന്നിട്ട് എന്താവും, ആ മഹാൻ ഒരു സപ്പോർട്ട് ഉണ്ടാവില്ല, സഹകരണം ഉണ്ടാവില്ല. ജാലിങ്ങളായ ആളെ കൂട്ടത്തിൽ കൂടിയിട്ട്, അറിവില്ലാത്തവരെ കൂട്ടത്തിൽ കൂടിയിട്ട് ഇവരും കൂടിയിരുന്നിട്ട് ചിരിക്കും. അടയ്ക്കുന്ന രാവിലെയാണെന്നും പറയും, അതാൻ്റെ കൈവന്നെന്നും പറയും, എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റാന്ന്, തട്ടിപ്പാന്ന് വെട്ടിപ്പാന്ന്, അത് അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് പൈസ ഉണ്ടാക്കാൻ ഇപ്പം കണ്ടുപിടിച്ചൊരു കുതന്ത്രങ്ങളാന്ന്. നിങ്ങളതിലൊന്നും പോയി വീണ്ട കേട്ടാ. നിങ്ങൾ മര്യാദയ്ക്ക് തന്നെ പള്ളിയിൽ വന്നിട്ട് എൻ്റെ അടുത്ത് നിസ്കരിച്ചിട്ട് ഇവിടുത്തെ സ്ഥലത്തിനും കൂടിയിട്ട് മര്യാദയ്ക്ക് വീട്ടിൽ പോയിട്ട് ഇറങ്ങാണ്ട് നിങ്ങൾ അവനെ പണിയം കെടുത്തോ. ഇതിലും അവൻ്റെ ഗ്യാമനാൾ വരെ നന്നാവൂ. നന്നാക്കാൻ ഇവർക്ക് കഴിയോ? ഇല്ല. കാരണം ഇത് അള്ളാഹ് നന്നാക്കിയാലേ നന്നാവും. അള്ളാഹ് നന്നാക്കേണ്ട അടുത്തേക്ക് എത്തുന്നില്ല. ആ സംവിധാനം എന്ന് പറഞ്ഞാൽ ആവശ്യമാണ്, അനിവാര്യമായാണ്, അത് വേണ്ടതാണ്. അതുകൊണ്ട് മാത്രം നിർത്തിക്കഴിഞ്ഞാൽ എവിടെ എത്താം? നിസ്കാരം കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോലും അള്ളാഹ് അറിയിച്ച മസ്താനം പഠിപ്പിച്ച നമസ്കാരം കൊണ്ടൊന്നും ഒരുത്തരും സ്വർഗത്തിലേക്ക് എത്തൂല. അത് മാത്രം കൊണ്ട് എത്തൂല. കാരണം എന്തുകൊണ്ട്? കാരണം നമസ്കാരം തന്നെ നമ്മളൊരു കോൽക്കളിയാണ്. കാരണം നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഫാത്തിഹ എന്ന ഒരു സൂറത്ത് തന്നെ നമുക്ക് എന്താണ്, ഏതായാലും അള്ളാഹുവിലേക്ക് കടക്കുന്ന പാലം തന്നെയാണത്. അത് തന്നെ 7 ആയത്ത് തന്നെയാണത്. അതിൻ്റെതായ മഹ്റജും കൂടിയിട്ട് പൂർത്തീകരിച്ചിട്ടാണ് ആ നമസ്കാരത്തിലേക്ക് അതിനെ നമ്മൾ ഊന്നൽ വെക്കേണ്ടതും ഒക്കെ ചെയ്യേണ്ടത്. ആടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നത്, ചെയ്യാൻ ഇത്ര ആടെ നിർക്ക് വിടാൻ. അതിൻ്റെ മാന്യമായ വേദി കൂടിയിട്ട്
അതന്നെ ഞമ്മക്ക് ഓതി പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ടാ ഇല്ല. അതും നമ്മളെന്ത് ചെയ്യുന്നു, പള്ളിയിൽ പോയിട്ട് നമ്മളെ അത് പൂർത്തീകരിച്ച് ഓതുന്നതിൻ്റെ ഇമാമത്തായിട്ട് നിൽക്കാനേ വിടൂല. അപ്പോൾ ഒറ്റക്ക് നടന്ന് ഒറ്റക്കൊറ്റക്ക് ഞാൻ നിനക്ക് ഒറ്റക്കനക്ക് നല്ല സപ്പോർട്ടും വേണ്ട വന്നിട്ട് എൻ്റെ അല്ല സ്വീകരിക്കും. ആലോചിച്ച് നോക്കിയ കാര്യം ഇത് പൂർണ്ണമായിട്ട് ഓതാനും അറിയില്ല. ഉറുദു അല്ലേ, ഈവന എന്നെ കടിച്ച് എന്നെ കുത്തിക്കൊണ്ട് പിന്നെ ചത്തുപോയല്ല സൽമാനെ. അപ്പം പിന്നെ അതും ആടി നമ്മളെന്ത് ചെയ്ത് പരാജയപ്പെടുത്തി. വീടിൻ്റെ ഉള്ളിൽ പോയി സുഖമായിട്ട് ആട് നിസ്കരിച്ചിട്ട് ആടെ തന്നെ അങ്ങ് തള്ളി. അപ്പം ഇത് ആര് പറ്റിച്ച്? ഓൻ കൊട്ടു തിരിയൊന്നുമില്ല, ഇത് വിലീസെന്നെ പറ്റിച്ചിട്ടാണ്. കാരണം എന്തുകൊണ്ട് ഈ ഭൂമിൻ്റെ പുരനുള്ളിലെ ഭൂമിൻ്റെ ആത്മീക ശൈത്താന് ദീനിൽ മൂടിയിട്ടൊന്നുമില്ല. ശൈത്താൻ്റെ കൂട്ടത്തിൽ നിന്നിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ സുജൂദം ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു. എന്നിട്ട് ആ ശൈത്താനൊന്നും നിസ്കരിക്കാൻ പറ്റും. താമസിക്കുന്ന ഈ ഇരിപ്പട ഭൂമിൻ്റെ മറഞ്ഞിരിക്കുന്നതായ ആത്മീക ഭൂമി അവകാശ ശൈത്താനുണ്ട് കഫരീന്. 800 വയസ്സോ 400 വയസ്സോ 600 വയസ്സോ ആയ ആളാണ്. അവർക്ക് സ്ഥാനമൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. തൽക്കാലം കുറ്റിക്കാരൻ എന്നാൽ അടിക്കുമ്പോഴുള്ള ഒരിത് അന്നേരം ഒരു ഉസ്താദിൻ്റെ അടുത്ത് വെച്ച് 2 തകട അടിയടി കുഴിച്ചിട്ടേ ഉള്ളൂ. അതെന്താ ശൈത്താനാട ഒതുക്കി കിട്ടുന്നേ ഉള്ളൂ. പിന്നെ പുരയിലെടുത്ത് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവരെ ഒരു ഭാഗത്തുണ്ടാവും, നമ്മളും ഇന്നുള്ളൂ. രണ്ടാളും കൂടി കോൽക്കളി ഇപ്പോൾ എന്നുള്ളിൽ നിന്ന് നടക്കുന്നത്. ഭാര്യയിൽ കയറിയിട്ട് മക്കളിൽ കയറിയിട്ടുള്ളൂ. എന്നിട്ട് ആടിയാണ് നിസ്കാരം കൊടുക്കുന്നു. ആലോചിച്ച് നോക്കിയ കാര്യം. അതാണോടൊന്നും നേർക്ക് വയ്ക്കാൻ പെടൂല. 2 4 വാക്കും പറഞ്ഞ ചപ്പാടും എണീക്കലും കൊടുക്കും. തിരക്കാന്ന് അത് ആടെ വിടൂ. എങ്ങനെയാണ് ചെയ്യാൻ പെടുള്ളൂ? ചിലപ്പോൾ സുന്നത്ത് നിസ്കരിക്കാനാവും വിടൂല. ഇതെല്ലാം ആരാ വിടാതെ? വീടിൻ്റെ ഉള്ളിലെ ശൈത്താനാണ്, ആത്മീയ ശൈത്താൻ. ആടിയെന്ന് എല്ലാവരും നിസ്കാരം കണ്ടെത്തുന്നു. പറഞ്ഞ മനസ്സിലെന്നെ. കുറച്ച് ദൂരം നടന്നാലും പള്ളിയിലേക്ക് പോകണോ? ആടെ അള്ളാഹുവിൻ്റെ പ്രൊട്ടക്ഷനുണ്ട്, മലായിക്കത്തിൻ്റെ എല്ലാം സന്നിധി ഉണ്ട് അവിടെ. ആടെ കയറിയാൽ ഒരു കൗഫോട് കൂടിയിട്ടും അള്ളാഹുവിനൊരു തർന്ന രൂപത്തിൽ കണ്ണീർ ഒഴിച്ചിട്ടെല്ലാം വരാനൊരു വയസ്സത് ഇട്ട് തരും. വീട് അങ്ങനത്തെ യാതൊന്നും വരൂല. വീടിൻ്റെ ഉള്ളിൽ അതൊന്നും വരില്ല. എങ്ങനെ ധൃതി പിടിച്ചിട്ട് 4 റക്അത്ത് എങ്ങനെയെങ്കിലും അത് 2 കിട്ടിയാൽ ചുരുങ്ങി അത്രയും ലാഭം നടക്കൂട്ടു. എന്നാലും ഒരു കടമ തീർക്കണ്ടേന്ന് ചിലയാളെ മനസ്സിലായി, ചിലയാളെ മനസ്സിൽ അതുമില്ല. അപ്പം ഇതാരാക്കി വെച്ച് അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം ആ ഭൂമി ഇരിപ്പിടത്തിന്റെ ആത്മീയ ശക്താന് സ്ഥാനം കൊടുക്കില്ല. സ്ഥാനം കൊടുക്കാൻ അള്ളയുടെ നിയമം റിക്കാർഡ് പോപ്പൽ ഈ ദുനിയാവിൽ തന്നെ വെച്ചിട്ടില്ലേ? കണ്ടെത്തുന്നില്ല. അതും ചില ആളെ പഠിച്ചിട്ട് പറയുന്നത് ഭൂമിയേടി അങ്ങ് പുരയെടുക്കുക, അതിലൊന്നുമല്ല. നല്ല അന്ധവിശ്വാസമാണ്. 2 സെന്റ് ഭൂമിയിലും പുരയെടുക്കുന്നില്ലേ? ദാടിയും കഞ്ഞിമൂലം എന്ന് പറഞ്ഞാൽ പിന്നെ പുരയെടുക്കണമെന്ന് ഒഴിവാക്കിയേക്കല. 10 സെന്റ് എടുക്കുന്നില്ല. എന്നിട്ട് അതും അറിവാക്കന്മാരെ കൊണ്ട് തന്നെ കയറിയിട്ട് വിളിച്ചോറിപ്പിക്കുന്നു. അങ്ങനെ കഞ്ഞിമൂല്യം ചോറുമൂല്യം ഒന്നുമില്ല. അതിലൊന്നും പറഞ്ഞാൽ അതിലൊന്നും അന്ധവിശ്വാസമാണ്. അത് നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. നമ്മൾ പുര കൊടുത്താൽ കയറിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലിയിട്ട് അങ്ങ് കയറിക്കോ, തീർന്നു താക്കോലും കൊണ്ട്. എന്നാൽ എല്ലാം നടന്നു. എന്താണ് പറയുന്നതിലൊരു യോജിക്കണ്ടേ? എനക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ എല്ലാം വശങ്ങൾ പൂർവിക ആൾക്കാർ കാഴ്ച വെച്ചിട്ടുണ്ടല്ല. അത് നമ്മൾ നിഷേധിക്കൊന്നും വേണ്ട. അതിന് വേണ്ടപ്പെട്ട മാനദണ്ഡമുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾ ഇടപെട്ടിട്ട് എന്താ അടച്ചിടുന്ന് നോക്കോ. അങ്ങനെ വെറും ഒരു ബിസ്മില്ലാഹി ചൊല്ലിക്കഴിഞ്ഞാൽ, കാരണം ബിസ്മി എന്ന് പറഞ്ഞാൽ വലിയ താക്കോല. അത് അതിൻ്റെതായ ജീവിതക്കാരനിക്കാന്ന് അത് പിടിഞ്ചൊല്ലി പലയിടൻ. എല്ലാതും എനിക്ക് നീ ഇപ്പോൾ 1000 ചൊല്ലാനൊന്നും ഇടൂല. പറഞ്ഞു മനസ്സിലായില്ല? കാരണം അത് ചൊല്ലണം മുതലാണ്. അതിന് പ്രാധാന്യമുണ്ട്. റഹ്മാൻ റഹീം എല്ലാം അതിൽ പലതും അടങ്ങിയതാണത്. അതാണ് ആദ്യം ദുനിയാവിലേക്ക് ഇട്ട മുതൽ. പറഞ്ഞു മനസ്സിലായില്ല? സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ആദ്യം ഇറക്കി കൊടുത്തതും അത് തന്നെയാണ്. മസ്താനും ആദ്യം തന്ന തഹസീർ അത് തന്നെയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മസ്താന്റെ കയ്യിലേക്ക് തന്നത്. എത്ര കൊല്ലം മുമ്പ്? 24 കൊല്ലം മുമ്പ്. ഞാൻ ഇങ്ങനെ തുറന്നു നോക്കും, ബിസ്മില്ലാഹിർ എൻ്റെ കയ്യിൽ. അത് തന്നെയാണ് മസ്താൻ ദൂരപ്പെട്ട ആളോടെല്ലാം പറയുന്നത്. 156 ബിസ്മില്ലാഹിർ റഹ്മാൻ ചൊല്ലിയാൽ ഊതിയിട്ടും കുടിച്ചുകൂടാവും. അമ്മ ഏതിലും അത് ഊതാൻ വേണ്ടിയിട്ട് മസ്താനങ്ങൾ ദൂരപ്പെട്ട ആൾ. പിന്നെ അധികം പറഞ്ഞു കൊടുക്കുക, അതുവരെ വരൂല. വന്ന ത്രിപിൾ കിട്ടി, നിർദ്ദേശം കിട്ടി, പരാതി എഴുതി, ഇതെല്ലാം കിട്ടി. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ
ആത്മീക ഭരണഘടന ഡിപ്പാർട്ട്മെന്റിന്റെ റൂൾസ് നിയമം പാസ്സായി പഠിച്ചതാ മസ്താനി കിട്ടിയതാ. സ്റ്റുഡൻ്റാണ് മസ്താനി. ത്വരീഖത്ത് എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റാണ്. ശരീഅത്തിന്റെ ഹുക്കുമുകൾ പോലെ തന്നെ ത്വരീഖത്തിന്റെ ഹുക്കുമുകളിൽ കൂടിയിട്ട് ത്വരീഖത്ത് വളരണം. അന്നേരമാണ് സ്റ്റുഡൻറ്റിലെത്തൽ. അന്നേരമാണ് 3-4 റോളിലേക്ക് തിരിക്കുന്നതാണ് ഔലിയ മർത്തബ് എന്ന് പറയുന്നത്. എല്ലാ ഔലിയാക്കും ഒരു ഗ്രേഡല്ല. അതിൻ്റെ കാറ്റഗറി, ദർജകൾ, ഗ്രേഡുകൾ, പദവികൾ ഉയർച്ചയിലേക്കുണ്ട് ഓരോരോ ഒലിക്കും ഔലിയാക്കൊക്കെ. അതിൽ അവർ സ്ഥാനമാനത്തിൻ്റെ കൂടി എത്തുമ്പോന്ന് മുഹമ്മദിയത്തിൻ്റെ മക്കാമിൽ കൂടി തന്നെയാണ് ഖലീലായ ഇബ്രാഹിം എന്ന മക്കാമിലേക്കെല്ലാം ഇവർ കടക്കാനുണ്ട് റോള്. അത് ഷുവാവുൽ ബഷീറത്തിൽ കൂടിയിട്ട്, ഐനുൽ ബഷീറത്തിൽ കൂടിയിട്ട്, ഹക്കുൽ ബഷീറത്തിൽ കൂടിയിട്ട് കടന്നിട്ട് എത്തുമ്പോന്ന് മൈരിഫത്തിൻ്റെ ഒരു ആരിഫ് ആയ ലെവല് ഫനായിന്റെ റൂട്ടിലേക്ക് അള്ളാഹുവിലേക്ക് ഇവർ കണക്ഷനായിട്ട് വീന്ന് എന്നിട്ടാ പിന്നെ മക്കാലിലേക്ക് കടക്കുന്നു. ആ കടക്കുന്ന വേദിയിലേക്ക് എത്തുമ്പോൾ സ്റ്റുഡൻറ്റും കൊടിയാന്ന് അവരുടെ വകുപ്പ്. അതാ നാളെ മൈസറിൽ ഒരുപാട് കൊടിയുണ്ട് എന്ന് പറയുന്നത്. ഓരോരുത്തരെ റോളിന്റെ കൊടിയുടെ കീഴിലുണ്ടാവും. അപ്പൊ ആ അവസ്ഥ വരെ ഒരു വ്യക്തി പിടിച്ച് കയറുണ്ടെങ്കിൽ ആ വ്യക്തി ഏത് രൂപത്തിലായിരിക്കും ആ അത്രയും വർഷത്തെ ത്യാഗങ്ങളും കഠിനാധ്വാനങ്ങളും പലതും നിന്നും കൂടി വിജയിച്ച് വലിയൊരു ബഹർ നീന്തിയിട്ട് കടക്കുമ്പോൾ അവർ കടന്നിട്ട്. പക്ഷെ ഇതൊന്നും ഒരു മഹുലൂക്കിന് തിരിയില്ല. കാരണം എന്തുകൊണ്ട്? ആ തിരിയാത്തത് കൊണ്ട് അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞത്. അത് അള്ളാഹുവിലേക്ക് ചെയ്ത് അപാരമായ അനുഗ്രഹമാണ്. നേരത്തെ ഇത് തിരിയാനാണ് ഇട്ടെങ്കിൽ ഈ ഗ്രേഡിലെത്തുമോ? മസ്ഥാനത്തൂല. ഒരു നിലക്കും മേൽക്കൊത്താൻ കഴിയില്ല. ഇങ്ങനെ ലക്ഷക്കണക്കിന് ആൾ എത്താൻ പറ്റില്ല. എന്തുകൊണ്ട്? ആദ്യം അറിയിക്കേണ്ട ആൾ അറിയിച്ചാൽ പോയി. പിന്നെ മൊത്തം ജനങ്ങളും ആളും കൈയിടലും ഇടപെടും മാത്രമേ ഉള്ളൂ. ഇതിന്റെ ശരിക്കും അന്തസ്സത്തായ പിന്നെ റോളിലേക്ക് എത്തുന്നില്ല. നേരത്തെ കാലത്ത് അവർ എല്ലാവരും പണ്ഡിതന്മാരായിട്ട് വളരുന്നവരാണ്. പണ്ഡിതന്മാരാകുമ്പോൾ ആ ഉസ്താദ് ഈ ഉസ്താദിലേക്ക് പറഞ്ഞവർക്ക് ഈ ഉസ്താദ് ആ ഉസ്താദിലേക്ക് പറഞ്ഞവർക്കും 24 മണിക്കൂർ ഇവർക്ക് ഇവരുമായിട്ട് മീറ്റ് ചെയ്യലേ ഉള്ളൂ. വളരുന്നില്ല. കണിഞ്ഞാട ആടിയാന്ന് പറ്റരുത്. അതുകൊണ്ടാണ് അള്ളാഹു ചില ആൾക്കാർ ഇതുപോലെ വളർത്തിയ ആളാണ് ആ പദവിയിലും സ്റ്റേജിലും റോളിലെത്തിയത്. അത് ഒരു ചില കാലഘട്ടത്തിൽ ഒരാളേ ഉള്ളൂ. ത്വരീഖത്തും വിത്തും ലക്ഷക്കണക്കിനുണ്ട്. അത് പട്ടിക്കാട് കന്യാൽ അബ്ദുല്ല മൗല എന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ മസ്താൻ റിപ്പോർട്ട് തന്നത് 6 ലക്ഷത്തി ചില്ലറ വിത്താണ് അദ്ദേഹത്തിന് ശിഷ്യർ. അതിൽ വളർന്നത് എത്ര? 7 ആട്. ബാക്കി മുഴുവനും മസ്താന് കാണിച്ചിട്ടുള്ള കുറുന്തൂട്ടി പോലെ. ഇങ്ങനെ കണ്ണെത്തുന്നില്ല മസ്താനെ നോക്കിയിട്ട്. ഞാൻ ഇങ്ങനെ നോക്കാം, അങ്ങനെ അറ്റമ്പോൾ അത് എത്തുന്നില്ല. എന്താണ് മൊത്തം ചെടി പോലെ കുറുന്തൂട്ടിൻ്റെ. അപ്പൊ ഞാൻ നോക്കുമ്പോൾ അന്നേരം എന്നോട് പറഞ്ഞ മസ്താന ഇതാണ് പട്ടിക്കാട് കന്യാൾ അബ്ദുല്ല മൊയ്ലയുടെ മുരീദന്മാരാണിത്. ഒന്നും എല്ലാം കുറുന്തോട്ടി പോലെ ഇതിന്റെ മുകളിൽ പൊന്തുന്നില്ല. എല്ലാവരിലും ന്യൂനത, ഓരോരു പോരായ്മ കൊണ്ട്. അപ്പൊ 7 ലക്ഷം വിത്തിട്ടിട്ടാന്ന്, അല്ലെ 6 ലക്ഷത്തിൽ ചിലർ വിത്തിട്ടിട്ടാന്ന് 7 ആളാന്ന് അള്ളാന്റെ വലിയത്. ബാക്കിയെല്ലാം ചെറിയ ഇത്തരത്തിലുള്ള കുറുന്തോട്ടി മാത്രമേ ഉള്ളൂ. എല്ലാം പണ്ഡിതലവും പണ്ഡിത ആളും എല്ലാം ഉള്ളൂ. പറച്ചിലെല്ലാം പറയും ഞമ്മ പിന്നെ മൂലാന്റെ മുരീതാന്ന്, ഞാൻ അങ്ങനെയാന്ന് ഇങ്ങനെയാന്ന് ആനയെ കുതിരാന്നെല്ലാം പറയും. പിന്നെ അവർക്ക് ചിലപ്പം ബുദ്ധിമുട്ടില്ലാണ്ട് രക്ഷപ്പെടാം, മറ്റാൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയില്ല. ആടെയാണ് എൻ്റെ റോളാണ്. അതെന്തുകൊണ്ട്? ഇങ്ങനെയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കാൻ അവർ തയ്യാറായില്ല. ആടെയാണ് എൻ്റെ അവർ തയ്യാറായില്ല. അതുകൊണ്ടാണ് ആ വഴിയിലേക്ക് എത്തണ്ടെങ്കിൽ ദുനിയാവ് എന്ന് പറഞ്ഞിട്ട് ഒരു കെട്ടിയ പെണ്ണിനെ മൊയ് ചൊല്ലും പോലെ ചൊല്ലണം ദുനിയാവിനെ. എന്നിട്ട് ദുനിയാവിനെ കുറിച്ചിട്ട് പലതും അള്ളാഹുവിൽ നിന്നുള്ള അറിവിനെ നേടിയെടുക്കണം. എന്നിട്ട് അതിനോട് വെറുക്കണം. അത് വെറുക്കാനൊക്കെയുള്ള സംവിധാനത്തിൽ തന്നെ ശരിക്കും നമ്മളെ നഫ്സിനോട് തന്നെ നമ്മൾ പൊരുതണം. നഫ്സ് പലതും ആഗ്രഹിക്കും. ആ ആഗ്രഹങ്ങൾക്കെല്ലാം ഭയപ്പെടാൻ പാടില്ല. കോഴി കാണുമ്പോൾ കോഴി ഒന്നണമെന്ന് തോന്നും, മട്ടൻ കാണാൻ മട്ടൻ തിന്നണമെന്ന് തോന്നും, അയക്കൂറ കാണുമ്പോൾ അത് വാങ്ങണമെന്ന് തോന്നും. അപ്പം നഫ്സ് ഭയപ്പെട്ടിട്ടില്ല. അതിനാണ് അതിൻ്റെതായ അന്തസ്സത്തായ റോൾ അറിയുന്നവർ ഇന്നെല്ലാം മാറിക്കും.
വേറും ഉണക്കും കഞ്ചി മാത്രം കൊടുത്തിരുന്ന അപ്സിനെ പട്ടിണിയാക്കും. എനിക്ക് ആ പണി പറഞ്ഞുതരാന്നറിയും. മസ്താൻ 10-18 കൊല്ലം എന്നോട്ടത്തിൽ വെറും അതേ ഉള്ളൂ. റേഷൻ കഞ്ഞി, കാന്താരി, ഉണക്കും. പെരുന്നാളിന് വരെ ഇപ്പം അടുത്തൊരു 4-5 വർഷത്തിന് ഇങ്ങോട്ടാന്ന് മസ്താൻ പെരുന്നാളിന് നല്ല ബിരിയാണിയെല്ലാം ബീക്കിൽ തുടങ്ങി. അങ്ങനെ ഒരു 4-5 വർഷത്തിന് ഇപ്പറാന്ന് മസ്താന് മട്ടനും കോഴിയും ചിക്കനും എല്ലാം തിന്നൽ തുടങ്ങി. അതിൻ്റെ അപ്പുറം അങ്ങോട്ട് മസ്താൻ്റെ ഫയലെടുത്ത് നോക്കൊന്നും ഉണ്ടാവില്ല. എപ്പെങ്കിലും ഒരു ദൂരേറ്റം വലിയ ഒരു ഇറച്ചിയാറ്റം ഇവരെ പൂതിക്കും